ഒരു വശത്ത് ലോകത്തെ ഏറ്റവും കരുത്തനായ ഭരണാധികാരി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപ്, മറുവശത്ത് ഇന്ത്യയുടെ എക്കാലത്തെയും വിശ്വസ്ത സുഹൃത്തായ വ്ളാഡിമിർ പുടിൻ. ഈ രണ്ട് വമ്പന്മാർക്കിടയിൽ നിന്നുകൊണ്ട് ഇന്ത്യ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇനി കളി ഞങ്ങളുടെ നിയമപ്രകാരമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടത് സത്യമാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന ചില നിർണായക പ്രഖ്യാപനങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തു. ഇന്ത്യ അമേരിക്കയുമായി ഒരു ചരിത്രപരമായ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. $500 ബില്യൺ മഹാകരാർ. പക്ഷേ ഇതിന് പിന്നിൽ ട്രംപ് വെച്ച ഒരു കെണി ഉണ്ടായിരുന്നു. റഷ്യ ഇന്ത്യ കൈവിടണം പോലും, റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങരുത് പോലും. ഇന്ത്യ റഷ്യ ചതിക്കുമോ? പുടിനെ മോദി തള്ളിക്കളയുമോ? ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, ഇല്ല. അവിടെയാണ് ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന അജിത് ഡോവലിന്റെ മാസ്റ്റർ പ്ലാൻ പ്രവർത്തിക്കുന്നത്. യൂറോപ്പുമായി ഇന്ത്യ ഉണ്ടാക്കിയ പുതിയ വ്യാപാര നീക്കങ്ങളും ട്രംപിനെ കൊണ്ട് അമേരിക്കയുടെ താരിഫ് 18% കുറപ്പിച്ചതും വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ചൈനയെ തകർക്കാനും ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കാനുമുള്ള ഡോവൽ മോദി ടീമിന്റെ അവസാനത്തെ ചെസ് കളിയാണ്. എന്താണ് ഈ $500 ബില്യൺ ഡീൽ? ഇന്ത്യ എങ്ങനെയാണ് അമേരിക്കയെയും റഷ്യയും എല്ലാം ഒരേപോലെ കൈപ്പിടിയിൽ ഒതുക്കുന്നത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം രാത്രി വൈറ്റ് ഹൗസിൽ നിന്നും വന്ന ആ വാർത്ത ലോകത്തെ ഞെട്ടിച്ചു. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു, പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചു, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഉറപ്പിച്ചു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വിപണി നൽകും, പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് 18% കുറയ്ക്കും. എന്താണ് ഇതിന്റെ എല്ലാം അർത്ഥം നിങ്ങൾക്കറിയാമോ? കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ 50% വരെ നികുതിയായിരുന്നു. അത് 18% കുറയുക എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങളെക്കാൾ വിലക്കുറവിൽ നമ്മുടെ നാട്ടിലെ തുണിത്തരങ്ങളും ആഭരണങ്ങളും IT സേവനങ്ങളും അമേരിക്കൻ ചന്തകളിൽ നിറയും എന്നാണ് അർത്ഥം. ചൈനയെ സാമ്പത്തികമായി തകർക്കാൻ ഇന്ത്യ ഒരു ആയുധമാക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. പക്ഷേ ട്രംപ് ഇതിന് പകരമായി ചോദിച്ചത് ഇന്ത്യയുടെ ആത്മാഭിമാനമാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുക. ഇവിടെയാണ് അജിത് ഡോവൽ എന്ന തന്ത്രത്തിന്റെ റോൾ തുടങ്ങുന്നത്. ട്രംപിന്റെ ഈ അമേരിക്ക ഫസ്റ്റ് നയത്തെ ഇന്ത്യ തള്ളിക്കളഞ്ഞില്ല, പകരം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ മാറ്റിയെടുത്തു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തിയ രഹസ്യ നീക്കങ്ങളാണ് ഈ കരാറിന് പിന്നിലെ യഥാർത്ഥ ശക്തി. ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇതിനകം തന്നെ വ്യാപാര കരാറുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യ തന്റെ വ്യാപാര ശൃംഖല ലോകം മുഴുവൻ വ്യാപിപ്പിച്ചു. ഡോവലിന്റെ തന്ത്രം ലളിതമാണ്. ആരെയും പിണക്കരുത്, പക്ഷെ ആരോടും വഴങ്ങരുത്. ട്രംപിന് മുന്നിൽ ഇന്ത്യ ഒരു ഡീല് വെച്ചു, ഞങ്ങൾ വെനസ്വേലയിൽ നിന്നും അമേരിക്കയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാം, പക്ഷേ റഷ്യയുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിൽ തുടരുത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങൾ വിപണി നൽകാം, പകരം ഞങ്ങൾക്ക് ഡിഫൻസ് ടെക്നോളജി നൽകണം. ഈ നീക്കത്തിലൂടെ അമേരിക്കയ്ക്ക് ഇന്ത്യ എന്ന വലിയ വിപണി ലഭിച്ചു. ഇന്ത്യക്കാകട്ടെ അമേരിക്കൻ വിപണിയിലെ നികുതി കുറഞ്ഞതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ലാഭവും ഉണ്ടായി. പക്ഷേ റഷ്യയുമായുള്ള എണ്ണക്കച്ചവടം ഇന്ത്യ നിർത്തിയോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ട്രംപ് ലോകത്തോട് പറഞ്ഞു ഇന്ത്യ റഷ്യൻ എണ്ണ നിർത്തുമെന്ന്. പക്ഷെ മോദി സർക്കാർ എക്സിലിട്ട മറുപടി ശ്രദ്ധിച്ചോ? നന്ദി പറഞ്ഞു, വ്യാപാരത്തെ പുകഴ്ത്തി, പക്ഷെ റഷ്യ എന്നൊരൊറ്റ വാക്ക് പോലും വേണ്ടിയിട്ടില്ല. ഇതാണ് ഡിപ്ലോമസി. ഇന്ത്യയിലെ എണ്ണ കമ്പനികളായ ICCയും ഭാരത് പെട്രോളിയവും പറയുന്നത് കേൾക്കുക. അവർക്ക് ഇതുവരെ റഷ്യൻ എണ്ണ നിർത്താൻ ഒരു ഉത്തരവ് ലഭിച്ചിട്ടില്ല. 2026 ഫെബ്രുവരിയിലെയും മാർച്ചിലെയും കപ്പലുകൾ റഷ്യയിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. ഒരു കാര്യം ഓർക്കുക, റഷ്യൻ എണ്ണ ഇന്ത്യക്ക് ലഭിക്കുന്നത് വൻ ഡിസ്കൗണ്ടിലാണ്. ഇത് നിർത്തിയാൽ നിങ്ങളുടെ പെട്രോൾ വില 10 മുതൽ 15 രൂപ വരെ വർദ്ധിക്കും. അത് അനുവദിക്കാൻ മോദി സർക്കാർ തയ്യാറല്ല. പകരം ഇന്ത്യ ചെയ്യുന്നത് ഒരു എനർജി മിക്സ് ആണ്. റഷ്യയിൽ നിന്നും വാങ്ങുന്നത് തുടരും, ഒപ്പം ട്രംപിനെ തൃപ്തിപ്പെടുത്താൻ അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും കുറച്ച് എണ്ണ വാങ്ങും. ലോകത്തെ ഏറ്റവും വലിയ റിഫൈനറികൾ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് ഏത് തരം എണ്ണയും സംസ്കരിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ട്രംപിന് വാഗ്ദാനങ്ങൾ നൽകുകയും പുടിന് പണം നൽകുകയും ചെയ്യുന്ന അത്ഭുതകരമായ ബാലൻസിംഗ് ആക്ട് ആണ് ഇന്ത്യ ഇവിടെ നടത്തുന്നത്. ഈ കരാർ വെറും ഒരു എണ്ണ കച്ചവടമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് 4 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, പ്രതിരോധം. റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുമ്പോഴും ചൈനയെ നേരിടാൻ ആവശ്യമായ അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും സാങ്കേതിക വിദ്യയും നമുക്ക് അമേരിക്കയിൽ നിന്നും വേണം. ഈ കരാർ അതിലേക്കുള്ള വാതിലാണ് തുറക്കുന്നത്. 2, വിമാനങ്ങളാണ്. എയർ ഇന്ത്യയും ഇൻഡിഗോയും വാങ്ങുന്ന 100 കണക്കിന് ബോയിങ് വിമാനങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതാണ്. ഇത് ഇന്ത്യയുടെ ഒരു വലിയ ബാർഗെയിനിങ് ചിപ്പാണ്. അടുത്തത് ടെക്നോളജി. ഭാവിയിലെ സാങ്കേതിക വിദ്യയിൽ ചൈനയെ പിന്നിലാക്കാൻ അമേരിക്കൻ സഹകരണം ഇന്ത്യ ഉറപ്പാക്കുന്നു. പിന്നെ നികുതി കുറയുന്നതോടെ ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ, IT മേഖലകളിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളും ഉണ്ടാകും. ഇതെല്ലാം ഇന്ത്യക്ക് ലഭിക്കുന്ന വമ്പൻ നേട്ടങ്ങളാണ്. നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് വരികയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കത്തെ പലരും വലിയൊരു നീക്കമായും സമ്മാനമായിട്ടൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇതിന്റെ മറുവശത്ത് അമേരിക്കയുടെ വല്ലാത്തൊരു അഹങ്കാരം കൂടിയുണ്ട്. ലോക പോലീസ് ചമഞ്ഞുകൊണ്ടുള്ള ആ ഒരു അഹങ്കാരം. തങ്ങൾ പറയുന്നത് പോലെ ലോകം മുഴുവൻ കേൾക്കണമെന്ന വാശിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഓരോ വാക്കിലും നിഴലിക്കുന്നത്. ഇന്ത്യ ആരിൽ നിന്ന് എണ്ണ വാങ്ങണം, ആരുമായി സൗഹൃദം പുലർത്തണം, ഇന്ത്യ എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിന് എന്ത് അവകാശമാണുള്ളത്? ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്.
നമ്മുടെ ഊർജ്ജ സുരക്ഷയും നമ്മുടെ ജനതയുടെ താല്പര്യവുമാണ് നമുക്ക് വലുത്. ലോകത്തെ മറ്റൊരു രാജ്യത്തിനും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൽപ്പനകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമില്ല എന്ന് നമ്മൾ ഉറക്കെ പറയേണ്ടിയിരിക്കുന്നു. അത് മോദി സർക്കാർ പറഞ്ഞതുമാണ്. അമേരിക്കൻ ഭരണകൂടം പലപ്പോഴും മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വെറും പണത്തിന് വേണ്ടിയുള്ളതല്ല. അത് വെറും എണ്ണക്കച്ചവടവുമല്ല. പതിറ്റാണ്ടുകളായി പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ട ഒരു ആത്മബന്ധമാണത്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക തങ്ങളുടെ കൂറ്റൻ കപ്പൽപ്പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചപ്പോൾ ഇന്ത്യയെ സംരക്ഷിക്കാൻ സമുദ്രത്തിനടിയിലൂടെ ആണവ അന്തർവാഹിനികൾ അയച്ച് കാവൽ നിന്നത് സോവിയറ്റ് യൂണിയനാണ്. അന്ന് ഇന്ത്യയെ തകർക്കാൻ നോക്കിയവർ ഇന്ന് തങ്ങളുടെ കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയെ പ്രീണിപ്പിക്കാൻ നോക്കുമ്പോൾ അത് വെറും നയതന്ത്രമല്ല, മറിച്ച് അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ പുതിയൊരു മുഖപത്രമാണ്, അല്ലെങ്കിൽ മുഖം മാത്രമാണ്. റഷ്യ നമുക്ക് പ്രതിരോധ സാങ്കേതിക വിദ്യയും ബഹിരാകാശ രംഗത്തെ അറിവുകളും വിശ്വസ്തയോടെ കൈമാറിയപ്പോൾ അമേരിക്ക പലപ്പോഴും ചെയ്യുന്നത് ഉപരോധങ്ങൾ കൊണ്ട് നമ്മളെ നേരിടുകയാണ്. ഇന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു ഇന്ത്യ റഷ്യയെ കൈവിടണമെന്ന്. പക്ഷേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അതന്ധമായി ചെയ്യില്ല. ഇവിടെയാണ് മോദി സർക്കാർ ചെയ്ത ബുദ്ധിപരമായ നീക്കം വെളിപ്പെടുന്നത്. റഷ്യയെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അമേരിക്കയുടെ അഹങ്കാരത്തെ നമുക്ക് അനുകൂലമായ വ്യാപാര കരാറുകളാക്കി മാറ്റുകയാണ് മോദി സർക്കാർ ചെയ്തത്. അമേരിക്ക ഇന്ത്യയെ ഇന്ന് ആവശ്യമുണ്ട്. ചൈനയുടെ വളർച്ചയെ തടയാൻ ഏഷ്യയിൽ ഇന്ത്യയല്ലാതെ മറ്റൊരു വിശ്വസ്ത പങ്കാളിയും അവർക്കില്ല. ഈ സാഹചര്യം മുതലെടുത്താണ് മോദിജി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ കുറഞ്ഞ നികുതി നേടിയെടുത്തത്. ഇതിനെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് വിളിക്കാനുള്ള കാരണം നമ്മൾ റഷ്യയെ പിണക്കാതെ തന്നെ അമേരിക്കയിൽ നിന്നും വലിയ സാമ്പത്തിക ഇളവുകൾ പിടിച്ചു വാങ്ങി എന്നതാണ്. റഷ്യയുമായുള്ള വ്യാപാരം ഡോളറിന് പകരം രൂപയിൽ നടത്താനുള്ള ചർച്ചകളും അജിത് ഡോവലിന്റെയും മോദിയുടെയും എല്ലാം നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഇത് അമേരിക്കൻ ഉപരോധങ്ങളെ കാറ്റിൽ പറത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗുജറാത്തിലെ വടിനാറിലുള്ള നയാര എനർജി റിഫൈനറിയുടെ എല്ലാം കാര്യം നോക്കുക. അവിടെ റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റിന് ഓഹരിയുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത് പൂട്ടാൻ ഇന്ത്യ എന്തായാലും തയ്യാറല്ല. പകരം അമേരിക്കയിൽ നിന്നും ഇളവുകളെല്ലാം വാങ്ങി ഈ സ്ഥാപനങ്ങളെയൊക്കെ സംരക്ഷിക്കാനും ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ലോകക്രമം ഇനി തീരുമാനിക്കുന്നത് പഴയ ലോക പോലീസ് ഒന്നുമല്ല, മറിച്ച് ഇന്ത്യയെ പോലെയുള്ള ആത്മാഭിമാനമുള്ള രാഷ്ട്രങ്ങളാണ്. അമേരിക്കയുടെ അഹങ്കാരത്തെക്കാൾ വലുതാണ് ഇന്ത്യയുടെ അന്തസ്സും ജനതയുടെ ക്ഷേമവും എന്ന് ഈ കരാറിലൂടെ മോദി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് ലോകശക്തികളുടെ ഭീഷണിക്ക് വഴങ്ങിയിരുന്ന ഇന്ത്യ ഉണ്ടായിരുന്നു. അതൊക്കെ പഴയ ഇന്ത്യ. ഇത് ഇന്നത്തെ ഭാരതം. അമേരിക്കയെ കൊണ്ട് അവരുടെ നികുതി കുറപ്പിക്കാനും അതേസമയം തന്നെ റഷ്യയുമായുള്ള സൗഹൃദം നിലനിർത്താനും സ്വന്തം താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ലോകത്തിലെ ഏറ്റവും മികച്ച നയതന്ത്രം പുറത്തെടുക്കുന്ന ഇന്ത്യ. മോദി പുടിനെ കൈവിടുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ ലഭിച്ചല്ലോ. ഇന്ത്യ ആരെയും കൈവിടില്ല. പക്ഷെ ഇന്ത്യ ആർക്കും അടിമയാകുകയില്ല. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം എവിടെയാണോ ഇന്ത്യ അവിടെ തന്നെ നിൽക്കും. ട്രംപിന്റെ കച്ചവട ബുദ്ധിയും മോദിയുടെ ആ ഒരു വൻ നീക്കവും അജിത് ഡോവലിന്റെ മാസ്റ്റർ പ്ലാനുകളെല്ലാം ചേരുമ്പോൾ ഇന്ത്യ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി മാറുകയാണ്. ചൈനയും മറികടന്ന് ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഈ ഒരു കരാർ ഒരു വലിയ ചവിട്ടുപടിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ ശക്തമായ നീക്കത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യും. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം.